में आई, मुझे बहुत अच्छा लगा। पहली बार आई, फर्स्ट टाइम। मोनालिसा को बहुत डर था, बोला है फोन में मैं फर्स्ट टाइम फ्लाइट में आ रहे बहुत डर रहे, तो अभी ठीक है ना, डर सब कुछ ठीक हो गया, प्रैक्टिस हो गया ना। मोनालिसा ये फर्स्ट फंक्शन है ना। ഏവർക്കും എൻ്റെ വ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഹണി റോസ് എന്ന് പറയുന്ന ആ സിനിമാ നടിയെക്കുറിച്ച് ഞാനൊരു വ്ലോഗ് കുറേ മുമ്പ് ചെയ്തിരുന്നു, ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ ഹണി റോസ് എന്ന് പറയുന്ന സിനിമാ നടിയും ഉദ്ഘാടകയും ഒക്കെ ആയിട്ടുള്ള ആ സ്റ്റാർ, ആ താരത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ വളരെ ഉന്നത ശ്രേണിയിലുണ്ടായിരുന്ന ഒരു സിനിമാ നടി ഇപ്പോൾ പാൽ വിറ്റു ജീവിക്കുന്നു എന്ന് പറയുമാറ്, അല്ലെങ്കിൽ മീൻ വിറ്റു ജീവിക്കുന്നു എന്ന് പറയുമാറ് ഒരു വലിയ ഗതികേടിലെത്തപ്പെട്ടത്? അത് ആലോചിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ ഈ ബോച്ചയോടൊപ്പം ബോച്ചയുടെ സ്ഥാപനങ്ങളിലേറെ സ്ഥാപനങ്ങളും ഉദ്ഘാടനം ചെയ്തിരുന്നത് ഈ ഹണി റോസ് ആയിരുന്നു. വേറെ ഒരു സിനിമാ നടി കൂടെ ഉണ്ട്. ഞാൻ ഈ സിനിമാ നടികളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, സിനിമാ നടികളുടെ പേരെന്താണെന്ന് പോലും അറിയില്ല. ഞാൻ അങ്ങനെ ഒരു സിനിമ കാണുന്നതിനോട് താല്പര്യമുള്ളവരുമല്ല. പക്ഷേ ഇപ്പോൾ ഹണി റോസ് എന്ന് പറയുന്ന ഈ വിഷയം ലോകത്ത് എന്ന് പറയുന്ന പ്രത്യേകിച്ച് കേരള സാക്ഷരർക്കിടയിൽ ഒരു ചർച്ചയായതുകൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹണി റോസ് അഹങ്കാരിയായിരുന്നു യഥാർത്ഥത്തിൽ, അതാണ്. അപ്പോൾ ഈ ഹണി റോസ് എങ്ങനെയാണ് അഹങ്കാരം വർദ്ധിച്ചത്? തൻ്റെ കൂടെ കുറേ ആരാധകരുണ്ട് എന്ന ഒരു തോന്നലിൽ നിന്ന് ഇത്തരത്തിലുള്ള ഈ പറയുന്ന സെലിബ്രിറ്റികൾക്ക്, പണ്ഡിതന്മാർക്ക്, നോക്കണം, സമുദായ നേതൃത്വത്തിന്, രാഷ്ട്രീയ നേതാക്കൾക്ക്, സമുദായ നേതാക്കൾക്ക്, ഇവർക്കൊക്കെ ബാധിക്കുന്ന ഒരു മഹാരോഗമാണ് ഈ അഹന്ത എന്ന് പറയുന്നത്. മനസ്സിലായോ? പിശാചി ഒരിക്കൽ ഒരു മഹാനോട് പറയുന്ന വാക്കുണ്ട്. രാത്രിയിൽ ഒരു മഹാൻ ഒരു കഴുതപ്പുറത്ത് കുറേ ചുമടുകളുമായി പോകുന്ന ഒരു കറുത്ത രൂപത്തെ കാണുകയാണ്. നോക്കണം, ആ സത്വത്തോട് ആ മഹാൻ ചോദിച്ചു, ഇതെന്താണ്? ഞാനിത് ഇവിടുത്തെ എന്താ പറയുക, സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉന്നത ശ്രേണിയിലുള്ള ആളുകൾക്ക് വിൽക്കും എന്ന് പറഞ്ഞാൽ, ഉന്നത ശ്രേണി എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ നേതൃത്വം ആരായാലും, അത് ഏതു മതത്തിലായാലും സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാൽ ഉന്നതന്മാർക്ക് വിൽക്കും. അത് എന്താണ് ഈ ചരക്ക് എന്ന ചോദ്യത്തിന്, ഇത് അഹങ്കാരം എന്ന ഒരു ചരക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചരക്ക് ഈ ഹണി റോസിനും വിറ്റു. അങ്ങനെ ഹണി റോസിന് വിറ്റപ്പോഴാണ് യഥാർത്ഥത്തിൽ ഹണി റോസ് അങ്ങോട്ട് ആകാശമുട്ടെ, നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, യക്ഷിക്കോലം എന്ന് പറഞ്ഞാൽ ആകാശ ഗന്ധർവൻ എന്ന് പറയുമാർ അങ്ങോട്ട് വളർന്നു എന്ന് ഈ പറയുന്ന ഹണി റോസിന് തോന്നിയതാണ്. അങ്ങനെ അല്ലാതെ ഹണി റോസ് സ്വത്വത്തിൽ അങ്ങനെ ഉയർന്നതല്ല. ഈ ഹണി റോസിൻ്റെ എല്ലാ ഉയർച്ചക്കും പ്രധാന കാരണം ഈ ബോച്ച തന്നെയാണ്. ബോച്ചയുടെ ഒട്ടനേകം സ്ഥാപനങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്ഘാടകയായിട്ട്, അതിൻ്റെ പ്രചാരകയായിട്ടും കടന്നു വന്നിരുന്നത് വലിയ സംഖ്യ പറ്റും. അതാണ് ഒരു സിനിമാ നടി ഉദ്ഘാടനത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ആളുകൾ കൂടും. അത് തന്നെ. ബോച്ച ഒരു ബിസിനസ്സുകാരൻ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇപ്പോൾ ഇത് പറയുന്നു. ഇപ്പോൾ മൊണാലിസ എന്ന് പേരായ കുംഭമേളയിൽ നിന്ന് മാല വിറ്റ് നടക്കുന്ന ഒരു അനാഥ പെൺകുട്ടിയെ കണ്ടെത്തി ആ പെൺകുട്ടിയെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ബോച്ച ഇപ്പോൾ തൻ്റെ ഉദ്ഘാടകയായും തൻ്റെ പ്രചാരകയായും ഒക്കെ കാണുന്നത്. കേവലം ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ ബോച്ച ഈ മൊണാലിസയെക്കുറിച്ച് വളരെ മഹത്വവൽക്കരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം കുറച്ച് മലയാളങ്ങളും കുറച്ച് കാര്യങ്ങളും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ കൂടെ കൂട്ടിപ്പരത്തി പഠിപ്പിച്ചാൽ ഈ മൊണാലിസ ശരിക്കും സൗന്ദര്യവതിയാണ്. അപ്പോൾ ഈ ആക്ഷനൊക്കെ എടുത്ത് അങ്ങനെ യഥാർത്ഥത്തിൽ ഈ ഉദ്ഘാടനത്തിന് ഇപ്പോൾ അത്ര ആക്ഷനൊന്നും പഠിക്കാനില്ലല്ലോ. അപ്പോൾ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയാവുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് സൗന്ദര്യവതിയായ ഒരു പഞ്ചായത്ത് മെമ്പറായാലും മതി, പുരുഷനാവാതിരിക്കുക എന്നതാണ് എല്ലാ ഉദ്ഘാടനത്തിനും കൊണ്ടുവരുന്ന ആ ബിസിനസ് മുതലാളി എന്നും ചിന്തിക്കുന്നത്. അതായത് ഇതൊരു ഒരു ഉൽപ്പന്നമാണ് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ, അതായത് ഒരു കൺസ്യൂമറാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഉപഭോക്താക്കളെ എന്താ പറയുക സ്വാധീനിക്കുന്നതിന് ഒരു കമ്പോളത്തിലെ ചരക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള സിനിമാ നടികളായാലും ഈ പെൺകോലങ്ങളുമൊക്കെ. അപ്പോൾ എത്രത്തോളം ആൾക്കൂട്ടത്തെ ആകർഷിച്ച് ഒരു ബിസിനസ് വിജയത്തിലെത്തിക്കാമോ എന്ന് മാത്രം നോക്കുന്നവരാണ് ബിസിനസ്സുകാർ അഥവാ ബോച്ചെ പോലെയുള്ളവർ. അവർക്ക് സമൂഹത്തിൻ്റെ മറ്റു കാര്യങ്ങളിലൊന്നും അവർക്ക് ശ്രദ്ധിക്കേണ്ടതില്ല. എന്നിരുന്നാൽ പോലും
ബോച്ചെ അതിന് വിരുദ്ധമായി സമൂഹത്തിൽ കാണുന്ന ഓരോ അവശന്മാരുടെ അവസ്ഥയിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടി, പാർശ്വവൽകൃതർക്ക് വേണ്ടി കൂടെ നിന്ന് കയ്യും മെയ്യും മറന്ന് സഹായിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ടാണല്ലോ അബ്ദുറഹീം മോചനത്തിന് സ്വന്തം കയ്യിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് കോടിക്കണക്കിന് ഉറുപ്പികകളാകം സ്വന്തമെടുത്ത് പിന്നീട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുറച്ച് സഹപ്രവർത്തകരും അങ്ങോട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ടാണ് 34 കോടി സംഭരിച്ചത്. അതിനുശേഷം സംഭരിക്കേണ്ടി വന്ന ബാക്കി കോടികളും അദ്ദേഹം മുന്നിട്ടിറങ്ങി സംഭരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? അപ്പോൾ കേവലം ഒരു ബിസിനസ്സുകാരനുപരി അഥവാ മനുഷ്യരോട് പച്ചക്കരളുള്ള അഥവാ ദയയുള്ള, കാരുണ്യമുള്ള, മനുഷ്യത്വമുള്ള, വിട്ടുവീഴ്ചയുള്ള അതാണ് ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വിനയാന്വിതമായ എൻ്റെ ആരുമല്ല ബോച്ച കേട്ടോ, നിങ്ങൾ ഈ ബോച്ച എനിക്ക് കുറേ പൈസ തന്നിട്ട് ബോച്ചയെക്കുറിച്ച് മഹൽ ഗീതം പാടി സ്തുതി പാഠനം നടത്തിയിട്ട് എനിക്ക് യാതൊരു പ്രയോജനമില്ല. ബോച്ച നടത്തുന്ന തോന്നിവാസങ്ങളായാലും വേറൊരാൾ നടത്തുന്ന തോന്നിവാസങ്ങളായാലും ഞാൻ അതിനെ എതിർത്ത് പറയാറുണ്ട്. എൻ്റെ ചാനൽ പൂട്ടിപ്പോയാലും ശരി, എനിക്കത് വിഷയമേ അല്ല. എന്തുകൊണ്ടെന്നാൽ അതൊരു വിശ്വാസി പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നിഷ്പക്ഷമായിട്ട് ഉള്ള കാര്യം പറയാതിരിക്കാൻ വയ്യ. അതാണ് അബ്ദുറഹീം മോചനത്തിന് വേണ്ടി കയ്യും മെയ്യും ഊണും ഉറക്കും മറന്നാണ് യഥാർത്ഥത്തിൽ ബോച്ചെ സമൂഹത്തിൻ്റെ മുന്നിൽ നമുക്ക് മാതൃകയായി നടന്നു പോയത്. നോക്കണം. അപ്പോൾ ഞാൻ പറയാൻ കാരണം അത്തരത്തിലുള്ള ബോച്ചെ ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഇപ്പോൾ ഈ എന്താ പറയുക, നമ്മൾ ഈ പറയുന്നത് പോലെ അണിറോസിന് കൊടുക്കുന്ന പ്രതിഫലത്തിൻ്റെ 10-1 കൊടുത്താൽ ഉദ്ഘാടന വേദിയിൽ എന്താ പറയുക ഓടിയെത്തുന്ന ഒരു സ്ത്രീയാണ് ഇപ്പോൾ മൊണാലിസ. താരമായി മാറിയിരിക്കുന്നു. മാത്രമല്ല ഒരു ക്രൗഡ് പുള്ളറാണ് ഇപ്പോൾ മൊണാലിസ. ഈ ക്രൗഡ് പുള്ളറെ എന്നും നിലനിർത്താമോ എന്ന ചോദ്യത്തിന് അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, പറയാൻ പറ്റില്ല. ചിലപ്പോൾ അണിറോസിനെ ഇത്രയും കാലം നിലനിർത്തിയ സ്ഥിതിക്ക് അവരെ എല്ലാം ഈ കേരളം എന്താ പറയുക നെഞ്ചിലേറ്റിയ സ്ഥിതിക്ക് എന്തുകൊണ്ട് മൊണാലിസയെയും നെഞ്ചിലേറ്റിക്കൂടാ? തീർച്ചയായിട്ടും കേരളീയർ മൊണാലിസയെയും നെഞ്ചിലേറ്റും, അല്ലേ? അപ്പോൾ മാത്രമല്ല അത് ബോച്ച തന്നെ പറയുന്നുണ്ട്, എനിക്ക് പ്രയാസമുണ്ടായി ജയിലിൽ അടക്കപ്പെട്ട ദിവസങ്ങളിലൊക്കെ വലിയ പ്രയാസം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ബിസിനസ്സിൻ്റെ നടത്തിപ്പ് പോലും അവതാളത്തിലാകുമോ എന്ന് ഭയപ്പെട്ടു. പക്ഷേ എനിക്ക് അറസ്റ്റ് വരപ്പെട്ടതിന് ശേഷം പീഡനകാലം കഴിഞ്ഞു. ആ പീഡനകാലത്ത് എൻ്റെ ബിസിനസ് വളരുകയാണ് ഉണ്ടായത്. എൻ്റെ ബിസിനസ് മാനേജ്മെൻറ്റ് അത്രയ്ക്ക് ഫിറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ പരാജയം സംഭവിച്ചത് എന്താ? നമ്മൾ പണ്ടത്തൊക്കെ ആളുകൾ പറയാറുണ്ട്, നോക്കണം, എന്താ വാഴ പോയി മുള്ളോട് വീണാലും മുള്ളു പോയി വാഴയോട് വീണാലും കേടുപറ്റുന്നത് വാഴക്ക് തന്നെ. അപ്പോൾ ഏതെങ്കിലും ഒരാളുടെ കുറച്ച് ആളുകളുടെ കുറച്ച് ഗ്യാങ്ങിൻ്റെ നിർദ്ദേശപ്രകാരം വേണ്ടാത്തതിലേക്ക് എടുത്തു ചാടുകയായിരുന്നു അണിറോസ് ചെയ്തത്. 5 മാസങ്ങൾക്ക് മുമ്പ് തൻ്റെ കൈ പിടിച്ചൊടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതിയാണ് കോടതിയിൽ കൊടുത്തത്. അതോടൊപ്പം തന്നെ ഈ ബോച്ചയോടൊപ്പം നിന്ന് നൃത്തമാടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഫോട്ടോകളും ധാരാളം വൈറലായി പുറത്തു വന്നതാണ്. അങ്ങനെ 5 മാസങ്ങൾക്ക് മുമ്പ് നടന്നതിനു ശേഷവും ഒട്ടനേകം ഉദ്ഘാടനങ്ങളിൽ ബോച്ചയുടേത് തന്നെ ഈ പറയുന്ന ഹണിറോസ് പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ടും അപ്പോഴൊന്നുമില്ലാത്ത ഒരു പരാതി. കേവലം നമ്മളൊക്കെ സാധാരണ എന്ത് ചെറിയ പ്രശ്നമായാലും ഒരു പ്രശ്നം നേരിട്ടാൽ ഒരാഴ്ചക്കുള്ളിലെങ്കിലും ഒരു പരാതി കൊടുക്കുക എന്നത് സ്വാഭാവികമാണ് ലോകത്ത്, അല്ലേ? ഇത് 5 മാസത്തിന് ശേഷം പരാതി കൊടുക്കാൻ തോന്നിയതിൻ്റെ പിന്നിൽ ബോച്ച ഒരു സമ്പന്നനാണ്, വ്യവസായിയാണ്, മുതലാളിയാണ്. അപ്പോൾ പരമാവധി ചൂഷണം ചെയ്ത് ഇത് ഒരു മധ്യസ്ഥന്മാർ മുഖാന്തരം ഒത്തുതീരുമ്പോൾ ഒരു 25 കോടി ഉറുപ്പിക എന്നൊക്കെ പറയാൻ ഒരു വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അതിനു വേണ്ടി നടത്തിയ ഒരു തികഞ്ഞ തരം താഴ്ന്ന ഒരു നാടകം മാത്രമായിരുന്നു അണിറോസ് നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അണിറോസിൻ്റെ ഏറ്റവും വലിയ അധപ്പതനത്തിൻ്റെ നാളുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇനി വരാനിരിക്കുന്നത് അതിലുമേറെ ദയനീയമായ നാളുകളായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.